ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും പൊറോട്ട ഫാമിലി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോയിലെ കണ്ടന്റ് ഇവനാണ് താരം കേട്ടോ. ഇപ്പോൾ കാണിച്ചതാണ് താരം. അത് നമ്മുടെ സോയാബീനാണ്. സോയാബീൻ ഇതേപോലെ വെള്ളത്തിലിട്ട് കുതിർത്തിയിട്ട് മിക്സിയിൽ അടിച്ചിങ്ങനെ എടുക്കണം. മിക്സിയിലെടുത്ത് അടിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ടല്ലോ, അതിൻ്റെ ചാറ് നമ്മൾ വെള്ളം ഊറ്റിയെടുക്കണം, പിഷീഡ് വേറെ ആക്കി എടുക്കണം. ഹൈ പ്രോട്ടീൻ കണ്ടൻറ്റാണ്, അതായത് പ്രോട്ടീൻ്റെ കലവറയാണ് സോയാബീൻ സാധനം. ഈ സാധനത്തിൻ്റെ വെള്ളം നമുക്ക് ഇതേപോലെ കുറച്ച് നമ്മുടെ കോഴിക്ക് കൊടുക്കുന്ന മിക്സ്ഡ് ഫുഡ് അതിലേക്ക് മിക്സ് ചെയ്യുക. അതിൻ്റെ വേസ്റ്റും അതിൻ്റെ പിഷടും ഇതേപോലെ മിക്സ് ചെയ്യണം ഇതിനകത്തിട്ട്. ഇത് ഗോതമ്പ് നുറുക്കിയത്, മിക്സ്ഡ് ഫുഡ്, വീട്ടിലെ വേസ്റ്റ് ചോറ്, അതെല്ലാം കൂടെയാണ്. ബാക്കി വെള്ളം ഇതേപോലെ നമ്മൾ മാറ്റി കുറച്ച് വെക്കുക. മനസ്സിലായ? അപ്പോൾ സോയാബീനെ ഇതാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ബാക്കി പിഷട് ഇതേപോലെ ആക്കിയിട്ട് നമ്മൾ ഇതേപോലെ കുഴച്ച് റെഡിയാക്കിയിട്ട് കോഴിയൊക്കെ കൊടുക്കണം ആഹാരത്തിന്. വെള്ളം ഇതേപോലെ കുടിക്കാൻ ഇതിനകത്തേക്ക് നമ്മുടെ ഗ്രോവി പ്ലക്സോ ബി കോംപ്ലക്സോ ഉറപ്പ് എന്തെങ്കിലും ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതേപോലെ കുടിക്കാനുള്ള രീതിയിൽ വെച്ചും കൊടുക്കണം. കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഹൈ പ്രോട്ടീനാണ്. കോഴികൾക്ക് ഒരു അസുഖവും വരത്തില്ല, നല്ല ഹെൽത്തി ആയിരിക്കും, എപ്പോഴും ആക്റ്റീവായിരിക്കും കോഴിക്കുഞ്ഞുങ്ങൾ. ഇതാണ് എൻ്റെ കോഴിക്കുഞ്ഞുങ്ങൾ നോക്കി, 2 മാസമായ കോഴിക്കുഞ്ഞുങ്ങളാണ്. ഞാൻ സെറ്റ് ചെയ്യാൻ വേണ്ടി സെലക്ട് ചെയ്തെടുത്ത് മാറ്റിയിട്ടതാണ്. ഇതെല്ലാം നല്ല ആക്റ്റീവാണ്. ഈ മഴയത്തും കണ്ട ഒരു കുഴപ്പം, തൂങ്ങിയിരിക്കുക അങ്ങനെ ഒരു കുഴപ്പവും ഇല്ല. അപ്പോൾ നമ്മൾ ആഴ്ചയിൽ ഒരു വട്ടമെങ്കിലും ഇങ്ങനെ ഈ മഴ സമയത്ത് കൊടുക്കുക. സോയാബീൻ നല്ല ഹൈ പ്രോട്ടീനാണ്, നല്ല പാല് പോലെ ഇരിക്കും അതിൻ്റെ. അത് കൊടുത്തു കഴിഞ്ഞാൽ ഇതേപോലെ കോഴിക്കുഞ്ഞുങ്ങൾ എപ്പോഴും ആക്റ്റീവായിരിക്കും. ഇത് നോക്കിക്കുക, എല്ലാം ആക്റ്റീവ്. ഇവരെണ്ണം നമ്മൾ തൂങ്ങിയിരിക്കുന്നില്ല. സാധാരണ 2 മാസം നല്ല തണുപ്പുള്ള സ്ഥലമാണ് ഞങ്ങളുടെ, പക്ഷേ എല്ലാം തൂങ്ങിയും കിടക്കേണ്ടതാണ്. പക്ഷേ ഇതെല്ലാം നല്ല ആക്റ്റീവാണ്. എല്ലാ കോഴിയൊക്കെ ഞാൻ കുടിക്കുന്ന വെള്ളത്തിൽ മിക്സ് ചെയ്ത് കൊടുക്കണം. പിന്നെ ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കണം, നമ്മൾ രാവിലെ വെക്കുവാണെങ്കിൽ ഉച്ചക്കോ, അല്ല ഉച്ചക്ക് വെക്കുവാണെങ്കിൽ വൈകിട്ടോ മാറ്റി വെക്കണം വെള്ളം. കാരണം ഇതിന് ഈ സോയാബീൻ വെള്ളത്തിയിട്ട് വെക്കുമ്പോൾ തന്നെ ഒരുമാതിരത്തെ സ്മെല്ലുണ്ട്. അത് കാരണം അത് നമ്മൾ മാറ്റിയാക്കണം. ബി കോംപ്ലക്സ് സിറപ്പും കൂടെ കരുതുന്നത്, അല്ലെങ്കിൽ വേറെ അസുഖങ്ങളാകും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട സാധനം സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.